കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അരിത്തമെറ്റിക് മീൻ ആണ് നോക്കിയത്. ഇനി നമ്മൾ മീഡിയനും മോഡും ആണ്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു ഇതേ ഉള്ളൂ സെറ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. മീഡിയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മിഡിൽ മോസ്റ്റ് വാല്യൂ ആണ്. തന്നിരിക്കുന്ന സീരീസിനെ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലാക്കിയിട്ട് മിഡിൽ മോസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു ഫോർമുലയുണ്ട്, n+1/2 ഐറ്റം. അപ്പം എന്നെന്ന് പറയുന്നത് നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ എ സീരീസ്. അപ്പോൾ 10 ആണെങ്കിൽ 10 + 1 11, 11/2 എന്ന് പറയുമ്പോൾ 5.5 കിട്ടും. അപ്പോൾ 5.5 എന്ന് പറയുന്ന ആ 2 ടേം, അപ്പോൾ 5.5 എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെടുക്കും? 5ാമത്തെ 6ാമത്തെയും ടേം എടുത്തിട്ട് അതിൻ്റെ ആവറേജ് കാണും. ഇപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കാം. Find the median from the following data: 24, 12, 36, 7, 14, 12, 18, 21, 48. അപ്പോൾ അതിനെ നമ്മൾ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ n+1/2 ഐറ്റം എടുക്കണം. n എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 9 ആണ്. 9 + 1 10, 10/2 5. അപ്പം 5ാമത്തെ ഐറ്റം ആയിരിക്കും മീഡിയൻ എന്ന് പറയുന്നത്. ഇനി ഇതിപ്പം കറക്റ്റ് 2 ആയിട്ട് ഡിവിസിബിൾ അല്ലാത്തൊരു നമ്പറാണ് വരുന്നത്. ഇപ്പോൾ 5.5 എന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ 5ാമത്തെ 6ാമത്തെ ടേം എടുക്കണം. എന്ന് വെച്ചാൽ 21ഉം 24ഉം ടേം കൺസിഡർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അരിത്തമെറ്റിക് മീൻ എടുക്കുക. എന്ന് പറഞ്ഞാൽ 2 കൂടെ കൂട്ടുക ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്. 21ഉം 24ഉം കൂടെ കൂട്ടുക ബൈ 2 ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും മീഡിയൻ. ഇനിയും നമുക്കറിയാം മീഡിയൻ എന്ന് പറഞ്ഞാൽ ഒരു സീരീസിനെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് മീഡിയൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള സാധനങ്ങളാണ് ക്വാർട്ടൈൽസ്, ഡെസൈൽസ്, പെർസെൻറ്റൈൽസ്. അതിൽ ക്വാർട്ടൈൽസ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഈ സീരീസിനെ 4 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ക്വാർട്ടൈൽസ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം നമ്മളൊരു കേക്ക് വാങ്ങിച്ചു. അപ്പോൾ ആ കേക്ക് 4 പാർട്സായിട്ട് മുറിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 4 പ്രാവശ്യം കട്ട് ചെയ്യുമോ? ഇല്ല, 3 പ്രാവശ്യം കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി 4 പാർട്സ് ആകും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ക്വാർട്ടൈൽസ് എന്ന് പറയുമ്പോൾ 4 ഈക്വൽ പാർട്സ് ആക്കാനായിട്ട് Q1, Q2, Q3 ഇങ്ങനെ 3 ഈക്വൽ പാർട്സായിട്ട് കട്ട് ചെയ്താൽ മതി. 3 പ്രാവശ്യം കട്ട് ചെയ്യുമ്പോൾ 4 പീസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൽ Q2 എന്ന് പറയുന്നത് തന്നെയാണ് മീഡിയൻ. കാര്യം തന്നിരിക്കുന്ന സീരീസിനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് മുറിക്കുമ്പം Q1, Q2, Q3 എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിൽ Q2 എന്ന് പറയുന്നതാണ് മീഡിയൻ. മീഡിയൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് 50 ആ തന്നിരിക്കുന്ന സീരീസിൻ്റെ 50 തൊട്ട് മുകളിലോട്ട് ഒരു സൈഡിലും 50 തൊട്ട് അതിൻ്റെ പകുതി അപ്പുറത്തെ സൈഡിലായിട്ട് വരും. സോ മീഡിയൻ്റെ മറ്റൊരു പേരാണ് Q2 അല്ലെങ്കിൽ സെക്കൻഡ് ക്വാർട്ടൈൽ. ഓക്കെ. ഇനി ഡെസൈൽസ് എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റേനെ അല്ലെങ്കിൽ ഒരു സീരീസിനെ 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് ഡെസൈൽസ് എന്ന് പറയുന്നത്. ഇനി പെർസെൻറ്റൈൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പെർസെൻറ്റേജ് എന്നൊക്കെ പറയുന്നത് 100%. അപ്പോൾ പെർസെൻറ്റൈൽസ് എന്ന് പറയുന്നത് 100 ഈക്വൽ പാർട്സ് ആയിട്ട് ഡേറ്റേനെ അല്ലെങ്കിൽ സീരീസിനെ ഡിവൈഡ് ചെയ്യുന്നതിനാണ് പെർസെൻറ്റൈൽ എന്ന് പറയുന്നത്. ഇനി കണ്ടിന്യൂസ് സീരീസിൽ മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് L+n/2 - m × c ഡിവൈഡഡ് ബൈ f. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ ചാനലിൽ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റിനുണ്ട്. അതിൻ്റെ അകത്ത് മീഡിയൻ്റെ കണ്ടിന്യൂസും ഡിസ്ക്രീറ്റ് സീരീസിലൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെ സെറ്റ് എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനിയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരെണ്ണമാണ്, നമുക്ക് ഗ്രാഫിക്കലി മീഡിയൻ കണ്ടുപിടിക്കാൻ പറ്റും. എന്തിൻ്റെ സഹായത്തോടെയാണെന്ന് ചോദിച്ചാൽ ഒജീവ്. അപ്പം ഒജീവ് എന്താണെന്ന് നമ്മൾ ഇനി വരും ക്ലാസ്സുകളിൽ +1ൻ്റെ ക്ലാസ്സുകളിൽ കാണും. +1ൻ്റെ സീരീസ് ഞാൻ ഇടുന്നുണ്ട്, അതിൻ്റെ അകത്ത് കാണാം. സെറ്റ് എക്സാമിൽ ഒജീവ് എന്താണെന്നൊന്നും ചോദിക്കത്തില്ല. അപ്പം ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോയിന്റിൽ നിന്ന് താഴോട്ടൊരു ലൈൻ വരയ്ക്കുമ്പോൾ അത് എക്സ് ആക്സിസിൽ ഏത് വാല്യൂവിലാണോ ടച്ച് ചെയ്യുന്നത് അതായിരിക്കും മീഡിയൻ. സോ which graphical tool can be used to find median ചോദിച്ചാൽ that is ഒജീവ്. ഇനി അടുത്ത നമ്മൾ നോക്കുന്നതാണ് മോഡ്. മോഡ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഫ്രീക്വൻറ്റ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് വാല്യൂ ഇൻ എ സീരീസ്. ഒരു തന്നിരിക്കുന്ന സീരീസിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് വരുന്ന വാല്യൂ ഏതോ അതിനെയാണ് മോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഇതിൻ്റെ അകത്ത് നോക്കിക്കേ, 25 ഇല്ലുസ്ട്രേഷൻ 25 നോക്കിക്കേ. ഫൈൻഡ് മോഡ് ഫ്രം ദ ഫോളോയിങ് ഡേറ്റ: 4, 5, 8, 6, 4, 7, 5, 8, 5, 6,
5 3. അപ്പോൾ ഏറ്റവും മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് വന്നേക്കുന്നത് ഏതാണ്? മോഡ് 5ആണ്. ഡിസ്ക്രീറ്റ് സീരീസിലാണെങ്കിലും ഇതേ ഫോർമുല തന്നെയാണ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വന്നേക്കുന്നത്. അപ്പോൾ ഡിസ്ക്രീറ്റ് എന്ന് പറയുമ്പോൾ എക്സും എഫും തന്നേക്കും, ഫ്രീക്വൻസി വരും. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഏറ്റവും തവണ ആവർത്തിച്ച് വന്നേക്കുന്നു എന്നുള്ളതാണ്. നമ്പർ ഓഫ് ടൈംസ് ആൻഡ് ഐറ്റം ഒക്കേർഡാണ് ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഫ്രീക്വൻസിയിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഏതാ? 14. 14 എന്നുള്ള വാല്യൂ അതിൻ്റെ കറസ്പോണ്ടിങ് എക്സ് വാല്യൂ എത്രയാണ്? 4. അപ്പം 4 എന്നുള്ള വാല്യൂ 14 പ്രാവശ്യം ആവർത്തിച്ചു വന്നു. അപ്പം മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? 4 ആണ്. ഇനി പരീക്ഷയ്ക്ക് ചിലപ്പോൾ സെറ്റ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് മീഡിയനും മീനും ഒക്കെ തന്നിട്ട് മോഡ് കണ്ടുപിടിക്കാൻ. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുലയുണ്ട്. മോഡിനെ ഡിനോട്ട് ചെയ്യുന്ന M0 അല്ലെങ്കിൽ M0 എന്നാണ് കേട്ടോ. M0 അല്ലെങ്കിൽ മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഫോർമുല ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇനി മോഡ് നമുക്ക് ഗ്രാഫിക്കലി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. എന്തിൻ്റെ സഹായത്തോടെയാണെന്ന് ചോദിച്ചാൽ ഹിസ്റ്റോഗ്രാമിൻ്റെ സഹായത്തോടെ. ബാർ ഡയഗ്രാം ഹിസ്റ്റോഗ്രാമും തമ്മിലുള്ള വ്യത്യാസം എന്നാന്ന് ചോദിച്ചാൽ ബാർ ഡയഗ്രത്തിനിടയിൽ സ്പേസ് ഉണ്ടായിരിക്കും, ഹിസ്റ്റോഗ്രാമിൻ്റെ ഇടയിൽ സ്പേസ് ഇല്ലായിരിക്കും. ബാർസ് എല്ലാം അഡ്ജസൻ്റ് ആയിട്ടുള്ള ബാർസ് ആയിരിക്കും. അപ്പം ഇനി എങ്ങനെയാണ് ബാർ ഡയഗ്രത്തിൽ ഹിസ്റ്റോഗ്രാമിൽ മോഡ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏറ്റവും ഹൈറ്റുള്ള ബാർ ഏതോ ആ ബാറിൻ്റെ 2 എഡ്ജസിൽ നിന്നും അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള ബാർസിൻ്റെ എഡ്ജസിലേക്ക് ഡയഗണൽസ് വരയ്ക്കുക. അപ്പോൾ ആ ഡയഗണൽസ് വരച്ച് കഴിയുമ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ നിന്ന് താഴോട്ട് വരയ്ക്കുമ്പോൾ എക്സ് വാല്യൂയിൽ എവിടെയാണോ ടച്ച് ചെയ്യുന്നത് അതായിരിക്കും ആ സീരീസിൻ്റെ മോഡ്.